നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറിൽ തേങ്ങ എടുക്കണം, എന്നാലാണ് കറക്റ്റായിട്ടുള്ള ചട്നി നമുക്ക് കിട്ടുള്ളൂ. ഇനി അതിലേക്ക് എരിവിന് നമുക്ക് പച്ചമുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിൻ്റെ അളവ് നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല വറുത്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് 2 ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും പുളിയുടെ അളവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പിൻ്റെ അളവും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചട്നി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോർമൽ കറിയൊക്കെ താളിച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്ക് താളിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ ഒരു വെള്ള തേങ്ങാ ചട്നി ഉണ്ടല്ലോ, അതാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.